ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു ഉയർന്ന വിദ്യാഭ്യാസം തട്ടിപ്പാണോ, അല്ലെങ്കിൽ ഈ പഠനം തന്നെ ഒരു സ്കാമാണോ? ഇതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഹായ്, ഐ ആം അമീൻ. ഞാൻ ഇവിടെ നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു ഗ്രാഫ് റെപ്രസെൻറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇതിനകത്ത് ഈ ഗ്രാഫിനകത്തെന്ന് വെച്ചാൽ 30% ഓഫ് അൺഎഡ്യൂക്കേറ്റഡ് പീപ്പിൾസിന് ജോബ്സ് ഉണ്ട്. പിന്നുള്ളത് 30% എഡ്യൂക്കേറ്റഡ് ആണ്, പക്ഷേ അവർ റിലേറ്റഡ് ഫീൽഡിലൊന്നുമല്ല വർക്ക് ചെയ്യുന്നത്. പിന്നെ ഒരു 50% എഡ്യൂക്കേഷനുമാണ്, അവരുടെ ഫീൽഡിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പിന്നുള്ളൊരു 25% ആണ് അവർ എഡ്യൂക്കേറ്റഡുമാണ്, പക്ഷേ അവർക്ക് ജോലിയില്ല. നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ഈ ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള 25%നെ കുറിച്ചാണ്. എന്ന് വെച്ചാൽ ഗ്രാജുവേറ്റഡ് ആയിട്ട് 25% വിത്തൗട്ട് ജോബ്സിനെ കുറിച്ചാണ്. ഇത് ഒരു സർവേ കൺട്രി ഞാൻ പറയുന്നതാണ്. സർവേ എടുത്തേക്കുന്നത് പീരിയോഡിക് ലേബർ സർവേ ഓഫീസ് എന്ന് പറയുന്ന ഓഫീസിൽ നിന്നാണ്. അതിനകത്ത് പറയുന്നുണ്ട് 17.8% ഗ്രാജുവേറ്റഡും 19% പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള പീപ്പിൾസും അണ്ടർ +2 ഓർ +2 ക്വാളിഫിക്കേഷൻ ഉള്ളത് 4 to 5% ആൾക്കാർ മാത്രമേ ജോബ്ലെസ് ആയിട്ട് ഇവിടെ ജീവിക്കുന്നുള്ളൂ. ഇതിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഗ്രാജുവേറ്റഡ് പീപ്പിൾ, പോസ്റ്റ് ഗ്രാജുവേറ്റഡ് പീപ്പിൾസ്, ഓരോ ഗ്രാജുവേഷൻ കഴിയുമ്പോഴും പീപ്പിൾസ് ഇൻക്രീസ് ചെയ്ത് വരികയാണ്. എന്ന് വെച്ചാൽ ജോബ്ലെസ് ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം ഇൻക്രീസ് ചെയ്തുകൊണ്ട്. ഇതിന് 2 കാരണങ്ങളാണ് ഞാൻ കണ്ടുപിടിച്ചത്. ഞാൻ സ്റ്റഡി നടത്തിയപ്പോഴത്തേന് ചെറുതായിട്ട് കണ്ടുപിടിച്ചത് 2 റീസൺസാണ്. ഒന്നാമത്തെ റീസൺസ് വരുത്തി വെക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ പാഷനോ നമ്മുടെ ഇഷ്ടത്തിനോ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചോ നമ്മളൊരു കോഴ്സ് ചൂസ് ചെയ്യുന്നില്ല, ഒരു റൈറ്റ് കോഴ്സ് ചൂസ് ചെയ്യുന്നില്ല. ചുമ്മാ എല്ലാവരും ഡിഗ്രി എടുക്കുന്നു, അതിൻ്റെ പുറകെ നമ്മളും പോകുന്നു. ചിലർ നീറ്റിന് റിപ്പീറ്റിന് അങ്ങനെ പോകുന്നു, അതിൻ്റെ പുറകെ പോകുന്നു. അല്ലാതെ നമ്മുടെ പാഷൻ ഏതാണ്, നമുക്ക് എന്താണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്, അതിൻ്റെ പുറകെ പോകാതെ ഇങ്ങനത്തെ കുറച്ച് കോഴ്സുകളുടെ പുറകെ മാത്രം ആൾക്കാർ റിസർച്ച് ചെയ്യാതെ പോകുന്നു. ഞാൻ പറയുന്ന പ്രകാരം എന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ നിങ്ങളൊരു +2 കഴിഞ്ഞിട്ട് 1 ഇയർ ഗ്യാപ്പ് എടുക്കുക, അല്ലെങ്കിൽ 10th കഴിയുമ്പോൾ നല്ലൊരു മെൻറ്ററിനെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ഏതാണ് പഠിക്കേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണ് എന്ന് നിങ്ങളൊരു ചോയ്സ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഡിഗ്രി ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് വെറുതെ വീട്ടിൽ നിൽക്കേണ്ടി വരത്തില്ല. ബിക്കോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ് സെലക്ട് ചെയ്തത്, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം, നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കാനാണ് പോയത്, നിങ്ങളുടെ സ്കില്ല് അവിടെ മോസ്റ്റ്ലി യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ളൊരു ഫീൽഡ് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങളുടെ ചോയ്സിനനുസരിച്ചാണ് പോകുന്നതെങ്കിൽ മാക്സിമം ഒരു 1 ഇയർ ഗ്യാപ്പ് എടുത്ത് നിങ്ങളുടെ കോഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് ഫീൽഡാണ് എന്ന് നിങ്ങൾ തന്നെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ഒരു ഡിഗ്രി കോഴ്സ് എടുക്കുന്നതായിരിക്കും മോസ്റ്റ് ഓഫ് ദ ടൈം നല്ലത്. അതാണ് ഒന്നാമത്തെ റീസൺ ഞാൻ കണ്ടുവരുന്നത്. ഈ മെയിനായിട്ട് ഞാനൊക്കെ അങ്ങനെ എടുത്തു പോയതാണ്. ഞാനൊക്കെ എന്ന് വെച്ചാൽ എല്ലാവരും എഞ്ചിനീയറിംഗ് എടുക്കുന്നു, അത് കാരണം എടുത്തുപോയി. എൻ്റെ പാഷൻ ഏതാണെന്ന് നോക്കാതെ ചാടിക്കയറി എടുത്തത്. അത് നിങ്ങൾ വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് റിലേറ്റഡ് ആയിട്ട് ഞാൻ പറഞ്ഞു തന്നതേ ഉള്ളൂ. രണ്ടാമത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഒന്നുമല്ല, നമ്മുടെ കോളേജസ് അല്ലെങ്കിൽ ഈ എഡ്യൂക്കേഷണൽ സിസ്റ്റം കൊണ്ടുവരുന്ന ഒരു മിസ്റ്റേക്കാണ്. ഈ കോളേജുകൾ മെയിനായിട്ട് രണ്ടാമത്തെ മിസ്റ്റേക്ക് വരുന്നത് മെയിൻലി നമ്മുടെ കോളേജസ് തന്നെയാണ്. മെയിൻലി ഒരു സ്റ്റുഡൻറ്റ് വരുന്നു, ആ സ്റ്റുഡൻറ്റിന് എന്താണ് കൊടുക്കുന്നത്? കുറേ തിയറി പഠിക്കാൻ കൊടുക്കുന്നു. ആ തിയറി പഠിച്ചുകൊണ്ട് വരുന്നു, അവ എക്സാം എഴുതുന്നു, പാസ്സാവുന്നു, ഡിഗ്രി സർട്ടിഫിക്കറ്റ് മേടിക്കുന്നു, ക്വാളിഫൈ ആവുന്നു, അവൻ പോകുന്നു. അവന് പ്രാക്ടിക്കൽ സ്കില്ല് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അവൻ്റെ സ്കില്ല് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, അത് എങ്ങനെ യൂസ് ചെയ്യണം, ഈ കോഴ്സ് പഠിച്ചാൽ എവിടെ എത്തും, എന്താകും, ഇങ്ങനൊരു ബേസിക് ഐഡിയ ഒരു കുട്ടിക്ക് കൊടുക്കാൻ കോളേജുകൾക്ക് പറ്റുന്നില്ല. ബേസിക്കലി വിദ്യാർത്ഥികൾ വരുന്നു, അവർ പഠിക്കുന്നു, പോകുന്നു. മോസ്റ്റ് ഓഫ് ദ കോളേജസ് അത് ട്രൈ ചെയ്യാറില്ല. ബേസിക്കലി ആദ്യത്തെ ഒരു 2 ആഴ്ച കോളേജിൽ കയറി ഒരു 3-4 ആഴ്ചത്തെ ഈ കോഴ്സ് എന്തുവാണ്, ഇത് പഠിച്ചാൽ എന്താകാൻ പറ്റും, ഇതെങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, ഇതിൻ്റെ സ്കിൽസ് എന്തൊക്കെയാണ് വേണ്ടത്, ആ വിദ്യാർത്ഥിക്ക് തന്നെ ഡയറക്റ്റ് ഒന്ന് ഈ കോളേജോ യൂണിവേഴ്സിറ്റീസോ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവന് മനസ്സിലാവും, ഞാൻ ഇന്നത് പഠിച്ചാൽ ഇവിടെ എത്തും, ഇതാണ് എനിക്ക് പഠിക്കേണ്ടത്. അല്ലെങ്കിൽ അവന് പഠിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കി തുടക്കം തന്നെ പല വിദ്യാർത്ഥികളും നിർത്തിപ്പോവാം, അല്ലെങ്കിൽ അവർക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇതൊരു കോളേജും നടത്താറില്ല. ബിക്കോസ് പ്രാക്ടിക്കൽ സ്കില്ല് ഓരോ കോളേജുകളും കൊടുക്കുന്നത് വളരെ ചുരുക്കമാണ്. ലാബ് എക്സാംസ് ഒക്കെ നടത്തുന്നുണ്ട്, പക്ഷേ അത് വിദ്യാർത്ഥികൾ എങ്ങനെ പഠിച്ചെടുക്കുന്നു എന്നുള്ളത് പല കോളേജുകളും നോക്കാറില്ല. ഇത് കാരണം പല വിദ്യാർത്ഥികൾക്കും ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ടി വരും. കോളേജിൻ്റെ പകുതി എത്തുമ്പോൾ തന്നെ ഇതെന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പകുതി എത്തുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത്. അതിലും നല്ലത് ഫസ്റ്റ് വീക്ക് ഓർ ഒരു ആദ്യത്തെ 3 വീക്സ് നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക. ഈ സ്കില്ല് പഠിച്ചു കഴിഞ്ഞാലാണ് ഈ കോഴ്സിന് ഉപകാരപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ സ്കില്ല് ഇന്ന സ്ഥലത്ത് ഉപയോഗിക്കണം, ഇതൊക്കെയാണ് ഇവിടെ വേണ്ട സ്കില്ലുകൾ, ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ റിലേറ്റഡ് സ്ഥലങ്ങളിലെത്തും, അവിടെ എന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഒരു കോളേജിന് പറഞ്ഞു കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥിയുടെ ഭാവികൾ തന്നെ രക്ഷപ്പെടും. ഈ 2 മിസ്റ്റേക്കാണ് മെയിൻലി ഞാൻ കണ്ടുവരുന്നത്. ഈ 2 മിസ്റ്റേക്കുകളൊന്ന് കുറഞ്ഞു കിട്ടിയാൽ തന്നെ ഈ ഗ്രാജുവേറ്റഡ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റഡിൻ്റെ എണ്ണം, നമ്പർ ഓഫ് പീപ്പിൾ ജോബ്ലെസ് ആയിട്ടുള്ളതിൻ്റെ എണ്ണം മാറുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ പാഷൻ അനുസരിച്ചോ നമ്മൾ റൈറ്റ് ഡിഗ്രി എടുത്ത് അതിൻ്റെ പുറകെ പോവുകയാണെങ്കിലോ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഓർ ഹയർ എഡ്യൂക്കേഷൻ ഒരിക്കലും ഒരു തട്ടിപ്പോ കാര്യങ്ങളോ ആവത്തില്ല.
നമ്മുടെ കോളേജ് സിസ്റ്റം, എഡ്യൂക്കേഷൻ സിസ്റ്റം കൂടി കുറച്ച് നല്ല തിയററ്റിക്കൽ മാറ്റിയിട്ട് പ്രാക്ടിക്കൽ ആക്കി കഴിഞ്ഞാൽ, അതും മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്ര പെർസെൻറ്റേജ് ഓഫ് ജോബ്ലെസ് ഓഫ് പീപ്പിൾസിൻ്റെ എണ്ണം ഇത്രയും വരത്തില്ല. അതും കുറയാൻ നല്ല ചാൻസ് ഉണ്ട് ഇനി വരും വർഷങ്ങളിൽ. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്തത് ഇത്ര മാത്രമേ ഉള്ളായിരുന്നു. ഒരു റൈറ്റ് ഡിഗ്രി, ഒരു റൈറ്റ് പാഷൻ അനുസരിച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതൊരിക്കലും ഒരു സ്കാം ആവത്തില്ല. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാം.